ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങി ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായ ഝരൺ എന്ന മൂവിയാണ്. കഥ തുടങ്ങുമ്പോഴൊക്കെ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുന്ന ട്വിസ്റ്റുകളും പ്ലോട്ടുകളും എല്ലാം തന്നെ നമ്മൾ ശരിക്കും അതിൽ പിടിച്ചിരുത്തും. ആക്ടിങ്ങും ട്വിസ്റ്റും പ്ലോട്ടും ഡയറക്ഷനും എല്ലാം കൊണ്ടും തന്നെ മറാത്തിയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം എന്ന് പോലും പലരും പറയുന്നൊരു മൂവിയാണിത്. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ തന്നെ ഗംഗൂട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ ആകട്ടെ കയ്യിലൊരു പാവ വെച്ച് അതിൽ കുറച്ച് ആണിയൊക്കെ കുത്തിക്കയറ്റി എന്തൊക്കെയോ മന്ത്രവാദം ചെയ്യുന്ന പോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുന്നിലായിട്ട് വലിയൊരു പാവ കൂടി ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ചെയ്യുന്ന മന്ത്രവാദങ്ങളെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് കാണുകയാണ് രാധ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി. രാധ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട് അവളുടെ പേരൻസ് അവിടേക്ക് വരുന്നു. ഗംഗൂട്ടി ആ റൂമിനകത്തിരിക്കുന്ന കണ്ടിട്ട് അവരെ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കുന്നു. എന്നാൽ ഗംഗൂട്ടിയാകട്ടെ ദേഷ്യത്തോടു കൂടി ഇവരോട് പറയുകയാണ്, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ എല്ലാം മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ നാണം കെടുത്തി, എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ അടിച്ചിറക്കിയില്ലേ, അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ മകളെ മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും സമാധാനം ഉണ്ടാകില്ല, ഒരിക്കലും അവൾക്ക് സന്തോഷം ഉണ്ടാകില്ല. അങ്ങനെ ശപിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. രാധ വളർന്ന് വലുതായി. അവളുടെ ഹസ്ബൻഡിന്റെ പേര് ശേഖർ എന്നാണ്, മകളുടെ പേര് സൈ എന്നും. രാവിലെ തന്നെ സൈയെ സ്കൂളിലേക്ക് അയക്കുന്ന രാധയാണ് കാണിക്കുന്നത്. രാധ സൈയോട് ഭയ പറയുന്നു, അവളും തിരിച്ച് ഭയ പറയുന്നുണ്ട്. സൈ പോയി കഴിഞ്ഞ് അവൾ വീടിനുള്ളിലേക്ക് കയറി പോവുകയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സ്ത്രീയും മുകളിൽ നിന്ന് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സൈ പോയി കഴിഞ്ഞാൽ വീടിനുള്ളിൽ രാധ ഒറ്റയ്ക്കായിരുന്നു. അവൾ ഫോട്ടോസിലെല്ലാം തന്നെ നോക്കുന്നു. രാധയുടെയും സൈയുടെയും ശേഖറിന്റെ ഒരുമിച്ചുള്ള ഫോട്ടോസ്, ശേഖറിന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസ്, അങ്ങനെ ഒരുപാട് ഫോട്ടോസ് അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കി വിഷമത്തോടെയാണ് അവൾ നിൽക്കുന്നത്. പിന്നീട് അവൾ തന്റെ സൈക്കാട്രിസ്റ്റ് ആയ ധനഞ്ജയ് എന്ന് പറയുന്ന ഡോക്ടറിനെ പോയി കാണുന്നു. ചെറുപ്പം മുതലേ രാധയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അയാളുടെ അടുത്താണ് അവൾ കണ്ടിന്യൂസ് ആയിട്ട് സെക്ഷൻസിന് വന്നുകൊണ്ടിരുന്നത്. ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും രാധയ്ക്കിപ്പോൾ അവളുടെ ഗ്രാമത്തിലുള്ള ആ ബംഗ്ലാവിലേക്ക് പോകണം. അവളുടെ അച്ഛനും അമ്മയും കസിൻസും എല്ലാം അവിടെയാണുള്ളത്. ആ ബംഗ്ലാവ് ഉടനെ തന്നെ പൊളിച്ചിട്ട് അവിടെ ഒരു റിസോർട്ട് പണിയാനുള്ള പ്ലാനിംഗ് ആയിരുന്നു. രാധയുടെ കുടുംബം അത് വിറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനമായിട്ട് അവിടെ ഒരു രാത്രി തങ്ങാനും ബാക്കി എല്ലാവർക്കും ഒത്തുകൂടിയിട്ട് അവിടെ നിന്നും പിരിഞ്ഞു പോകാനുമായിരുന്നു രാധയുടെ കുടുംബത്തിന്റെ പ്ലാനിങ്. എന്നാൽ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ രാധ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. രാധയ്ക്ക് മെന്റൽ ഇഷ്യൂസ് തുടങ്ങിയത് തന്നെ ആ ഗംഗൂട്ടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് ശേഷമാണ്. തന്റെ മന്ത്രവാദം കൊണ്ട് രാധയെ ബന്ധിച്ചു എന്നല്ലേ അവരെന്ന് പറഞ്ഞിരുന്നത്. അന്ന് അവർ പറഞ്ഞ വാക്കുകളെല്ലാം അവളുടെ മനസ്സിൽ കിടന്ന് വല്ലാത്തൊരു ഭയം തന്നെ അവളുടെ ഉള്ളിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഒരിക്കൽ രാധയും ഹസ്ബൻഡ് ശേഖറും മകളും ചേർന്നിട്ട് യാത്ര പോവുകയായിരുന്നു. ശേഖർ വണ്ടി ഓടിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും പിറകിലും. ആഹാരം കഴിക്കാനും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിനിടയ്ക്ക് ശേഖറിന്റെ ശ്രദ്ധ മാറിയിട്ട് അവരുടെ വണ്ടി ഒരു ട്രക്കിൽ പോയി ഇടിക്കുന്നു. ആ ആക്സിഡന്റിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ ഇപ്പൊ കാണിക്കുന്നില്ല. അതിനുശേഷം സൈയും അധികമൊന്നും തന്നെ ഇവളോട് മിണ്ടലായിരുന്നു. എപ്പോഴും തനിച്ചിരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ ഡോക്ടറോട് സംസാരിച്ച ശേഷം പിന്നീട് കാണിക്കുന്നത് ഇവള് സൈയും കൂട്ടി ആ ഗ്രാമത്തിലേക്ക് പോകുന്നതാണ്. സൈയോട് പലതവണ ഇവള് സംസാരിക്കുന്നുണ്ടെങ്കിലും സൈ അധികം മൈൻഡൊന്നും ചെയ്യുന്നില്ല. നിനക്ക് ചോക്ലേറ്റ് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ടെന്നാണ് അവള് പറയുന്നത്. അതിനിടയ്ക്ക് രാധ ശേഖറിനെ ഫോൺ ചെയ്തിട്ട് സൈ അധികം ഒന്നും മിണ്ടുന്നില്ല, നീ ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സൈ പറയുന്നുണ്ട് എനിക്ക് അച്ഛനോട് സംസാരിക്കേണ്ടെന്ന്. രാധയുടെ സംസാരത്തിൽ നിന്നും ശേഖർ ഫോറിനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അവളുടെ രണ്ടാമത്തെ ഫോണിൽ ഒരു കോള് വരുന്നുണ്ട്. ദേഷ്യത്തോടെ അവൾ ആ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ശേഖറിനോട് സംസാരിക്കുന്നു. അങ്ങനെ രാധ ഗ്രാമത്തിലുള്ള തന്റെ ബംഗ്ലാവിലെത്തി അമ്മയും അച്ഛനെയും തന്റെ ബന്ധുക്കളെ എല്ലാവരെയും തന്നെ കാണുന്നു. എല്ലാവരും അവള് വന്നതിൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും പറയാൻ ഒരു പരിഭവം ഉണ്ടായിരുന്നു. അവൾ ആരുമായിട്ടും ഫോണിലധികം സംസാരിക്കാറില്ല. കുടുംബത്തിലുള്ള ആൾക്കാരുമായിട്ട് അവൾ അധികം ടച്ചിലുമല്ല. എല്ലാവരോടും കൂടി അകത്തേക്ക് പോകുമ്പോൾ അവളാകട്ടെ സൈയോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നീ ഉള്ളിലേക്ക് കയറി വരാൻ. രാധയുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്, ബംഗ്ലാവ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ താമസമാക്കും, ഞങ്ങൾ അവിടേക്ക് വരികയാ. എന്നാൽ ഞാൻ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടേക്ക് വരണ്ടെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വയസ്സായി, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് അവളും പറയുന്നു. എല്ലാവരും രാത്രിയിൽ ഒരുമിച്ച് ചിരിച്ച് കളിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് രാധ സയ്യെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും സയ്യെ അന്വേഷിച്ച് ബംഗ്ലാവിന്റെ പല ഭാഗത്തേക്കും പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ സയ്യാകട്ടെ ആ ഗംഗൂട്ടി എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു മുറി ഉണ്ടായിരുന്നില്ലേ മന്ത്രവാദം ചെയ്യുന്ന, അതിന്റെ ഫ്രണ്ടിലാണ് പോയി നിൽക്കുന്നത്. സൈ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് രാധ പോയി അതിന്റെ ഹോളിലൂടെ നോക്കുന്നു. ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ പാവ അവൾ അവിടെ കാണുന്നുണ്ട്. അവളെ അന്വേഷിച്ചു വന്ന അവളുടെ അമ്മ നോക്കുമ്പോൾ കാണുന്നത് രാധ ആ പാവയുമായിട്ടിരുന്ന് എന്തൊക്കെയോ പദ്യങ്ങൾ ചൊല്ലുന്നതാണ്. അമ്മ അടുത്തേക്ക് വന്നപ്പോ രാധയാകട്ടെ എന്തോ ബാധ കയറിയ പോലെയായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടേക്ക് വരുന്നു. പക്ഷെ ആൾക്കാർ വന്നപ്പോഴേക്കും രാധ നോർമലായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇതെന്റെ കുട്ടിക്കാലത്തെ പാവയല്ലേ, ഞാനിത് സൈക്ക് കൊടുക്കാം. എല്ലാവരും പേടിയോടുകൂടിയാണ് ആ പാവയും അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അവളത് സൈക്ക് കൊടുക്കുമ്പോ സയ്യാകട്ടെ അതിന് ഭാഗാബായി എന്നാണ് പേരിടുന്നത്. ഇവളുടെ ഈ ബിഹേവിയർ എല്ലാം തന്നെ കാരണം വീട്ടുകാരെ ഒന്ന് പേടിക്കുന്നു. അത് കാരണം ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അവളുടെ ദൃഷ്ടിദോഷം എല്ലാം മാറാൻ വേണ്ടിയിട്ട് അവളുടെ തലയ്ക്ക് ഉഴിഞ്ഞിടുന്നുണ്ട്. ആ സ്ത്രീ അവളുടെ തലയ്ക്ക് ഉഴിഞ്ഞിടുന്ന കണ്ടിട്ട് രാധയാകട്ടെ തന്റെ മകൾ സയ്യയും വിളിച്ചിരുത്തിയിട്ട് അവൾക്കും തലയ്ക്ക് ഉഴിഞ്ഞിടുന്നു. എന്റെ മകളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അവൾ അങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ ബാക്കി എല്ലാവരും എന്തോ ഒരു പേടിയോടുകൂടിയാണ് അവളെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവരെല്ലാവരും പേടിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. രാധയുടെ ബിഹേവിയറിലെ ഈ
മാറ്റം കാരണം രാധയുടെ അച്ഛൻ അവളുടെ സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കുന്നു. എന്നാൽ സൈക്കാട്രിസ്റ്റ് അയാളോട് പറയുന്നത് ഇങ്ങനെയായിരുന്നു: എത്രയും പെട്ടെന്ന് രാധ അവളുടെ സത്യം മനസ്സിലാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് അവളെ ഒരുപാട് ബാധിക്കും. അന്ന് വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് രാധ നല്ലപോലെ റെഡിയാകുന്നുണ്ട്. കൂടെ അവളുടെ കസിൻസും. അവളുടെ അമ്മയാകട്ടെ അവളുടെ കയ്യിൽ ഒരു ചരട് ജപിച്ച് കെട്ടിക്കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് നീ ഒരു കാരണവശാലും അഴിച്ചു കളയരുതെന്ന്. പിന്നീട് രാധ അമ്മയോട് നിർബന്ധപൂർവ്വം പറഞ്ഞ് വീടിന്റെ മുകളിലുള്ള ഒരു റൂമിന്റെ ചാവി വാങ്ങുന്നു. അവളുടെ പഴയ കാലത്തെ ചില വസ്തുക്കളെല്ലാം തന്നെ ആ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അവൾ തന്റെ കസിൻസിന്റെ കൂടെ പോയി ആ പെട്ടിയെല്ലാം തുറന്നു നോക്കിയാണ്. അങ്ങനെ ആ പെട്ടിക്കുള്ളിൽ നിന്നും അവർക്ക് ചെറുപ്പത്തിൽ അവർ കളിച്ചിരുന്ന ഒരു സംഭവം കിട്ടുന്നു. കുട്ടിക്കാലത്ത് അവരുടെ ഏതോ ഒരു ബന്ധു ഫോറിൽ നിന്നും കൊണ്ടുകൊടുത്തതാണ്. ഇന്നത്തെ ഓജോ ബോർഡ് പോലെ ആത്മാക്കളെ വിളിക്കുന്ന ചെറിയൊരു ക്യൂബ്സ്. ആ ക്യൂബ്സിന്റെ സഹായത്തോടു കൂടി ആത്മാവിനെ വിളിക്കുകയും ആ ആത്മാവ് ആ ക്യൂബ്സിലൂടെ മറുപടി തരും. അതിലെല്ലാം തന്നെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആത്മാവിനെ വിളിച്ചുകൊണ്ട് ആ ക്യൂബ്സ് താഴേക്കിടുമ്പോൾ ഏതൊക്കെ അക്ഷരങ്ങളാണോ ഓരോ ക്യൂബ്സിന്റെ മുകളിൽ കാണുന്നത് അത് കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ പേരായി. അങ്ങനെ പിന്നെ ആത്മാവിന്റെ സ്ഥലം പറയും, അതെങ്ങനെ മരിച്ചതെന്ന് പറയും. അങ്ങനെ പോകും. എന്നാൽ നമുക്ക് ചെറുപ്പത്തിൽ കളിച്ച പോലെ ഒന്ന് കളിച്ചു നോക്കാമെന്ന് രാധ പറയുന്നു. എല്ലാവരും കൈപിടിച്ച് ഒരുമിച്ചിരിക്കുന്നു. എന്നിട്ട് രാധയാകട്ടെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു. ആത്മാവെ വാന്നൊക്കെ പറയുന്നുണ്ട്. ക്യൂബ്സ് എടുത്ത് ഇട്ട് കഴിയുമ്പോൾ അതിനകത്താകട്ടെ വായിക്കാൻ പോലും പറ്റാത്ത എന്തോ ഒരു പേരായിരുന്നു വന്നിരുന്നത്. അതൊരു പേരായിട്ട് പോലും തോന്നിയില്ല. ആത്മാവൊന്നും വന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രാധ പറയുന്നു, ഇത്തവണ ഒന്നുകൂടി നല്ല പോലെ ശ്രമിക്കാം. അങ്ങനെ രാധ സീരിയസ് ആയിട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അവള് മറ്റുള്ളവരുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നുമുണ്ട്. അവർക്ക് കൈ നല്ല പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് രാധ എന്തോ ബാധ കയറിയ പോലെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. കസിൻസ് എല്ലാം അവളുടെ രീതികൾ കണ്ട് പേടിക്കാൻ തുടങ്ങി. അവൾ ആ ക്യൂബ്സ് എല്ലാം തന്റെ കയ്യിലേക്ക് എടുത്തിട്ട് വീണ്ടും അത് തറയിലേക്ക് എറിയുന്നു. ഇത്തവണ പേര് വായിച്ചു പോലും നോക്കാൻ നിന്നില്ല. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ വന്ന് വിളിച്ചു. അത് കാരണം രാധയും കൂട്ടി കസിൻസ് എല്ലാം അവിടെ നിന്നും പോയി. കസിൻസ് ഈ വിവരങ്ങളെല്ലാം രാധയുടെ അമ്മയോടും ആന്റിമാരോടും പറയുന്നുണ്ട്. രാധയ്ക്ക് മെന്റൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടാകാം അവളിങ്ങനെ പെരുമാറുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അന്ന് രാത്രി രാധയാകട്ടെ ഇടയ്ക്ക് ഉറക്കത്തിലുണർന്നു നോക്കുമ്പോ സയ്യെ എടുത്ത് കാണുന്നില്ല. സയ്യെ തിരക്കി രാധ നടക്കാൻ തുടങ്ങി. അവള് പോയി നോക്കുമ്പോ സയ്യാകട്ടെ ആ പാവയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നതാണ് കാണുന്നത്. ഈ രാത്രിയിലാണോ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രാധ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ രാവിലെയായി. സയ്യ വീണ്ടും ആ പാവ എടുത്തുകൊണ്ട് കളിക്കാൻ പോയി. രാധയാകട്ടെ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് അവളാകട്ടെ ശേഖറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് കേട്ടുകൊണ്ട് രാധയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഫോൺ എന്റെ കയ്യിലേക്ക് താ, എനിക്ക് ശേഖറിനോട് സംസാരിക്കണം. അപ്പോഴേക്കും രാധയുടെ മുഖം ആകെ വല്ലാതെയായി. അവൾ ഫോൺ കൊടുക്കാനേ തയ്യാറായിരുന്നില്ല. ശേഖറിന് ഡ്യൂട്ടിക്ക് പോകണം, അവൻ നല്ല തിരക്കില്ല, അച്ഛനോട് പിന്നെ സംസാരിക്കുമെന്ന് അവൾ പറയുന്നു. എന്നാൽ എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം, ഒരു ഹലോ മാത്രം അവനോട് പറഞ്ഞാൽ മതി എന്ന് രാധയുടെ അച്ഛൻ പറഞ്ഞെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. ഫോൺ കൊടുക്കാതെ തന്നെ തന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ദേഷ്യത്തോടെ രാധയുടെ അച്ഛൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ആ ഫോണിൽ ശേഖറിന്റെ കോള് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ആ ഫോൺ പൊട്ടി തകർന്നിരിക്കുകയായിരുന്നു. അവൾ ഇത്രയും നേരം ശേഖറിനോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് വെറുതെയാണ്. അച്ഛൻ ഫോൺ വാങ്ങിയപ്പോ തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നോടത് പറയാൻ പാടില്ല. അതായത് അവൾ അറിയേണ്ട ചില സത്യങ്ങളുണ്ട്. അതവൾക്ക് അറിയാമായിരുന്നിട്ടും അവൾ അറിയാത്ത പോലെ ഭാവിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അന്ന് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് രാധയുടെ ഹസ്ബൻഡ് ശേഖർ സ്പോട്ടിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവളുടെ ലൈഫിൽ അവളും മകളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിനോടെന്നുള്ള രീതിയിൽ അവൾ ഫോണിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം അവളുടെ മെന്റൽ ഇഷ്യൂന്റെ ഭാഗമാണ്. സത്യങ്ങളെല്ലാം അവളുടെ മുന്നിലേക്ക് വന്നതോടുകൂടി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതൊക്കെ കൊണ്ടാണ് അവൾ ഫാമിലിയിൽ നിന്നും അകന്നു നിന്നത്. അവരവളുടെ മുന്നിലേക്ക് അവളുടെ റിയാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. എന്താണെങ്കിലും ആ സത്യം അവൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീണ്ടും സൈയുടെ കൂടെ നോർമലായിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സൈ സ്കൂൾ വിട്ട് തിരിച്ചു വരുന്നു. തന്റെ കൂട്ടുകാരോട് ബൈ പറഞ്ഞിട്ട് അവൾ വീടിനുള്ളിലേക്ക് കയറി. രാധ വാതിൽ തുറന്നിട്ട് സൈയോട് ആഹാരം നന്നായിട്ട് കഴിച്ചോ, എങ്ങനെയുണ്ടായിരുന്ന ക്ലാസ് എന്നൊക്കെ ചോദിക്കുന്നു. അവൾ അതിന് നന്നായിരുന്നു എന്ന് മറുപടി പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. രാധ വീണ്ടും അവളുടെ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു. ഇത്തവണ അവൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരാളെയാണ് കാണുന്നത്. രശ്മി എന്നാണ് ഈ സൈക്കാട്രിസ്റ്റിന്റെ പേര്. അങ്ങനെ ഈ സൈക്കാട്രിസ്റ്റിനോട് രാധ പറയുന്നുണ്ട് തന്റെ ഹസ്ബൻഡ് മരിച്ചുപോയെന്ന്. തന്റെ ലൈഫിൽ താനും മകള് മാത്രമേ ഉള്ളൂ. അന്ന് മുതലേ തനിക്ക് കുറച്ച് ഡിപ്രഷനും മെന്റൽ ഇഷ്യൂസും ഒക്കെ ഉണ്ട്. തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ അവൾ ഒരു ഡയറി ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടറിനോട് പറയുന്നു. ആ ഡയറി തനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അത് എവിടെയാണെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നാണ് രാധ പറയുന്നത്. എന്താണെങ്കിലും ഈ രശ്മി എന്ന് പറയുന്ന ഡോക്ടറുമായിട്ട് അവളുടെ സെക്ഷൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. രാധ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അവൾ വർക്ക് ഫ്രം ഹോം എടുത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് രാത്രിയിലാണ് അവൾ കൂടുതൽ നേരവും വർക്ക് ചെയ്യുന്നത്. അന്ന് സൈ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ചെവിയിൽ എന്തോ മന്ത്രങ്ങൾ കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നു. ബാക്കിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെയുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. അന്ന് രാത്രി അവൾക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ആ റൂമില് സൈ ആകട്ടെ ബംഗ്ലാവിൽ നിന്നും കൊണ്ടുവന്ന ആ ചെറിയ ഡോളും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ രാധയാകട്ടെ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ജോലിക്കാരി അവളോട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ആ ഡോൾ എടുത്ത് പുറത്ത് കളയാൻ. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഡോള് തനിയെ സ്ഥലം മാറുന്നു എന്നാണ്. എന്നാൽ ഇത് സയ്യായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുന്നതെന്ന് പറയുന്നു. ഇല്ല, ആ ഡോളിന് എന്തോ പ്രശ്നമുണ്ട്, അത് തനിയെ സ്ഥലം മാറുന്നു തന്നെയാണ് ഈ ജോലിക്കാരി പറയുന്നത്.
നീ മര്യാദയ്ക്ക് ജോലി എടുത്തിട്ട് പോ, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്കാരെ വെക്കുമെന്ന് രാധ പറയുന്നു. അത് കേട്ടതോടെ അവര് പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ അന്ന് രാത്രി വീണ്ടും രാധ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് അവളാകിட்ட സൈയുടെ കളിയും ചിരിയൊക്കെ കേൾക്കുന്നു. റൂമിൽ അവൾ ഒറ്റയ്ക്കാണ്. പിന്നെ ഇവൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? പേടിയോടുകൂടി രാധ റൂം പോയി തുറന്നു നോക്കുന്നു. റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, സൈയും ആ ഡോളും മാത്രം. പക്ഷേ റൂം തുറന്നതും മുകളിൽ നിന്ന് ഒരു പാവ രാധയുടെ മുകളിലേക്ക് വീഴുന്നു. അവൾ പേടിച്ചുപോയി. ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഭാഗാബായിയാണ് ചെയ്തതെന്ന് സൈ പറയുന്നു. അവൾ ആ ഡോളിന് അങ്ങനെയാണല്ലോ പേരിട്ടിരിക്കുന്നത്. ദേഷ്യം വന്ന രാധയാകട്ടെ ആ ഡോൾ എടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും താഴേക്കിടുന്നു. തനിക്കതിന്റെ കൂടെ കളിക്കണമെന്ന് സൈ വാശി പിടിച്ചിട്ടും അവൾ അതൊന്നും കേൾക്കുന്നില്ല. രാത്രി ആഹാരം കഴിക്കാൻ പോലും സൈ കൂട്ടാക്കുന്നില്ല. രാധ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഭാഗാബായി വെറും ഒരു ഡോളാണ്, അതിന് ജീവനില്ല, അതിന് സംസാരിക്കാനും പറ്റില്ല. എന്നാൽ അങ്ങനെയല്ല, അതിന് ജീവനുണ്ട്, അതിനോട് സംസാരിക്കുമെന്നാണ് സൈ പറയുന്നത്. ഇതെല്ലാം സൈയുടെ ഇമാജിനേഷൻ ആണെന്നാണ് രാധ പറയുന്നത്. പക്ഷെ സൈ വീണ്ടും പറയുന്നുണ്ട് അത് സംസാരിക്കും, ഡാൻസ് കളിക്കും, പാട്ടുപാടും, എല്ലാം ചെയ്യും. ഇതെല്ലാം കേൾക്കുമ്പോൾ രാധയ്ക്ക് ചെറിയൊരു പേടി തോന്നുന്നു. ആ ഡോളിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് രാധ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഭാഗാബായിയെ പറ്റിയും സൈയെ പറ്റിയും എല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. നീ എന്താ വിശ്വസിക്കുന്നത്? ഇതിലെന്തെങ്കിലും പ്രേതബാധ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നു സൈക്കാട്രിസ്റ്റ് രശ്മി ചോദിക്കുമ്പോൾ രാധ പറയുന്നുണ്ട് എനിക്ക് ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ല, അതൊക്കെ ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. പക്ഷേ എന്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഭൂതപ്രേതങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഹൊറർ സ്റ്റോറീസ് വായിക്കുമായിരുന്നു. അതിന്റെ ഫേവറേറ്റ്സ് ആണ്. ഞാനൊരു ഹൊറർ സ്റ്റോറി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മന്ത്രവാദിനിയെ പറ്റിയാണ്. മരിച്ചതിനെ എല്ലാം തന്നെ ജീവിപ്പിച്ച് വീണ്ടും ലോകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മന്ത്രവാദിനി. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു മന്ത്രവാദിനി ആയിരുന്നില്ല, അതൊരു പാവ സ്ത്രീയായിരുന്നു. മരിച്ചുപോയ തന്റെ ഹസ്ബൻഡിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ. ഹസ്ബൻഡിന്റെ കൂടെ ഒരു തവണ കൂടി ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ. അങ്ങനെയായിരുന്നു എന്റെ കഥയിലെ ആ മന്ത്രവാദിനി. അങ്ങനെ സംസാരിച്ച് അവളടയ്ക്ക് സ്റ്റക്കായിട്ടിരിക്കും. രശ്മി അവളോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് ചില പിൽസ് ഒക്കെ എടുത്ത് കഴിക്കുന്നു. എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഞാനിങ്ങനെ പിൽസ് കഴിക്കാറുണ്ടെന്ന് പറയുന്നു. അന്നത്തെ സെക്ഷൻ അവസാനിപ്പിച്ച് അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ജോലിക്കാരിയാകട്ടെ അന്ന് പാചകമൊന്നും ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. എന്താ നീ പാചകം ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ സൈ അല്ലെങ്കിലും ഫുഡൊന്നും കഴിക്കുന്നില്ല, ഞാൻ വെറുതെ ഉണ്ടാക്കി എന്തിനാ ഫുഡ് വേസ്റ്റ് ആക്കുന്നതെന്നാണ് ആ ജോലിക്കാരി ചോദിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്നതാ നിന്റെ ജോലി, കഴിക്കുന്നോ ഇല്ലെന്നൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് രാധ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി. അവൾ ആകെ സ്ട്രെസ് ആയിട്ട് സോഫയിലേക്ക് വന്നിരിക്കുമ്പോൾ ആ ഡോളും അവളുടെ അടുത്തായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അവളെ അവളുടെ പഴയ സൈക്കാട്രിസ്റ്റും അങ്കിളുമായ ഡോക്ടർ വിളിക്കുന്നു. നീ എന്താ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാത്തെന്ന് ചോദിച്ചിട്ട്. എനിക്കിപ്പോ ട്രീറ്റ്മെന്റ് വേണമെന്ന് തോന്നുന്നില്ല, ഞാനിപ്പോ ബെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ശരിക്കും അയാളുടെ അടുത്ത് പോകാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ മറ്റൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയത്. രശ്മിയുടെ അടുത്ത് അവൾ ശരിക്കും ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല, കൗൺസിലിംഗ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അവൾ ജനലിന്റെ അടുത്തേക്ക് വരുമ്പോഴാകട്ടെ ആ ജനൽപാളികളിൽ അവൾ ആ ഗംഗൂട്ടിയുടെ രൂപം കാണുന്നു. ആദ്യം അവളുടെ തോന്നലാണെന്ന് വിചാരിച്ചു. രണ്ടാമത് ഒന്നുകൂടി ചെക്ക് ചെയ്തപ്പോ വീണ്ടും അവൾ ആ രൂപത്തെ കണ്ടു. ശരിക്കും അവൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. സൈഡ് റൂമിൽ നിന്ന് വീണ്ടും കളിയും ചിരിയും തന്നെ. ദേഷ്യത്തിലെ രാധ വീണ്ടും ആ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവള് വീണ്ടും ആ ഭാഗാബായി എന്ന് പറയുന്ന ഡോളിനെ അവിടെ കൊണ്ടിരുത്തി അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്നോട് പലതവണ പറഞ്ഞതല്ലേ ഇതിന്റെ കൂടെ കളിക്കരുതെന്ന്, എന്തിനാ നീ ഇതിനെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് വന്നത്? എന്നാൽ അവള് പറയുന്നു ഞാനല്ല ഇതിനെ കൊണ്ടുവന്നത്, ഇത് തനിയെ വന്നതാണ്, നീ വെറുതെ എന്നെ പറ്റിക്കണ്ട, ഇത് തനിയെ വരില്ല, നീ തന്നെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി രാധ വീണ്ടും ആ ഡോളിനെ എടുത്തുകൊണ്ടുപോയി താഴെയുള്ള വേസ്റ്റ് ബെന്നിൽ കൊണ്ടിട്ടോ. പക്ഷെ ആ ടൈമില് അവളുടെ കയ്യിൽ അവളുടെ അമ്മ കെട്ടിക്കൊടുത്ത ആ ജപിച്ച ചരടില്ലേ അത് താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. സൈഡ് റൂമിലെ കളിപ്പാട്ടങ്ങളെല്ലാം അവൾ തിരിച്ചു വന്ന് അടുക്കി പെറുക്കി വെക്കുമ്പോൾ അവൾക്ക് അതിനിടയിൽ നിന്നും തന്റെ പഴയ ഡയറി കിട്ടുന്നു. അതിലെന്തൊക്കെയോ മന്ത്രങ്ങളോ കുറച്ച് സ്റ്റോറികളോ ഒക്കെ ഉണ്ടായിരുന്നു. അവൾ അത് കൊണ്ടുപോയി രശ്മിയെ കാണിക്കുന്നു. ഇതാണോ നിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് രശ്മി ആ ബുക്കൊക്കെ നോക്കിയാണ്. അപ്പോൾ രാധ പേടിയോടുകൂടി അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മന്ത്രവാദത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഗംഗൂട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്റെ മേൽ മന്ത്രവാദം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് അവൾ ആ കഥ പറയുന്നത്. ഈ ഗംഗൂട്ടി എന്ന് പറയുന്ന സ്ത്രീ ഞങ്ങളുടെ ബംഗ്ലാവില് വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ്. അവരാകട്ടെ ഓരോ ദിവസം കോഴികളെയൊക്കെ കൊണ്ട് റൂമിലേക്ക് കയറി പോകുന്ന കാണാം. ചുറ്റുമുള്ള എല്ലാവരും രാധയുടെ അമ്മയോടും മറ്റും വന്ന് പറയുന്നു ഈ മന്ത്രവാദിനെ ഇവിടെ താമസിപ്പിക്കേണ്ട, ഒഴിപ്പിച്ചേക്കാൻ. എന്തായാലും റൂം കൊടുത്തു പോയില്ലേ, അവരായിട്ട് ഇറങ്ങിപ്പോകാതെ നമ്മളെങ്ങനെ പിടിച്ചു പുറത്താക്കുമെന്നാണ് ഇവർ ചിന്തിച്ചത്. ഇങ്ങനെ വന്ന ആൾക്കാർ പറയുന്നത് കേട്ട ഗംഗൂട്ടിയാകട്ടെ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്റെ റൂമിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, വാടക ഞാൻ തരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. ദേഷ്യം വന്ന രാധയുടെ അമ്മ പറയുന്നുണ്ട് നിന്റെ മന്ത്രവാദം ഒന്നും ഇവിടെ നടക്കില്ല, മന്ത്രവാദത്തിന് നീ വേറെ റൂം നോക്കിക്കൊള്ളാൻ, ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന്. രാത്രിയിൽ ഇവര് പുറത്തിരുന്ന് മന്ത്രവാദം ചെയ്യുന്നത് കുറെ ആൾക്കാർ കാണുകയും എല്ലാവരും ചേർന്നിട്ട് ഇവരെ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി കുറെ അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരുടെ സാധനങ്ങളെല്ലാം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നാട് കടത്തുകയാണ്. എന്നാൽ ഗംഗൂട്ടിയാകട്ടെ വിജനമായൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ വെച്ചിരുന്ന ചെറിയൊരു രൂപത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ആ സമയത്ത് അവിടെ കാറ്റടിച്ചിട്ട് ഇലകളെല്ലാം പറന്നു പോകുന്നു. നീ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ഇറക്കി വിട്ട ആ വീട്ടുകാരെ ഞാൻ വെറുതെ വിടില്ല, അവരെ എല്ലാവരെയും മന്ത്രവാദം കൊണ്ട് ഞാൻ ഇല്ലാതെയാക്കും. അങ്ങനെ ഗംഗൂട്ടി വീണ്ടും തിരിച്ച് രാധയുടെ വീട്ടിലേക്ക് വരുന്നു. രാധയുടെ അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയായിരുന്നു. അവർ രാധയോട് പറയുന്നുണ്ട് എന്റെ റൂമിൽ നിന്ന് ഞാൻ ചില സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി, അതെടുത്തിട്ട് ഞാൻ വേഗം പോയിക്കൊള്ളാം, ആരോടും പറയരുതെന്ന്. അങ്ങനെ അവർ റൂമിലേക്ക് കയറിപ്പോയി. രാധ പിറകെ പോയി നോക്കുന്നു.
തോന്നുന്നു ഇവരെന്താ ചെയ്യുന്നതെന്ന്. ശരിക്കും അവർ സാധനങ്ങൾ എടുക്കാനല്ല വന്നത്, രാധയുടെ കുടുംബത്തോടുള്ള പക വീട്ടാനായിട്ട് ഒരു പാവയുണ്ടാക്കി അതിലെന്തോ മന്ത്രവാദം ചെയ്യുകയായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരുന്നത് രാധ ഒളിഞ്ഞു നോക്കുന്നതാണ് മൂവിയുടെ തുടക്കത്തിൽ നമ്മളെ കാണിച്ചത്. അപ്പോഴേക്കും അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു. നീ എന്തിനാ എവിടേക്ക് തിരിച്ചു വന്നതെന്ന് ചോദിച്ചിട്ട് ഗംഗൂട്ടിയെ വഴക്ക് പറയുന്നു. ഗംഗൂട്ടി അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിവെന്ന് പറയുന്നത്, നിങ്ങളുടെ മകളുടെ മേൽ ഞാൻ മന്ത്രവാദം പ്രയോഗിച്ചിട്ടുണ്ട്, അവൾ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവതിയായിരിക്കില്ല. അത്രയും പറഞ്ഞിട്ട് അവർ പോയി. പിന്നീട് കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഗംഗൂട്ടിയുടെ മൃതദേഹം നദിക്കരയിൽ കിടക്കുന്നതാണ് ആൾക്കാർ കണ്ടെത്തിയത്. അവരെങ്ങനാ മരിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല. അത്രയും കഥ പറഞ്ഞിട്ട് രാധ പെട്ടെന്ന് പോകാൻ തുടങ്ങി. എന്നാൽ രശ്മിയാകട്ടെ രാധയുടെ പഴയ സൈക്കാട്രിസ്റ്റിന്റെ നമ്പർ ചോദിക്കുന്നു. എന്റെ ഫോൺ ഓഫാണ്, ഞാൻ നമ്പർ പിന്നെ തരാമെന്ന് പറഞ്ഞെങ്കിലും രശ്മി പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ നോട്ട് ചെയ്തോളാമെന്ന്. അങ്ങനെ രാധ തന്റെ മൈൻഡിൽ ഓർത്തെടുത്ത് ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. രാധ പോയി കഴിഞ്ഞതും രശ്മി അവളുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ആയിട്ട് എടുത്ത് തന്റെ സീനിയറിന് അയച്ചു കൊടുക്കുന്നു. അയാൾ പറയുന്നുണ്ട്, ഇത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു ഡയറിയല്ല, ഇതിൽ എഴുതിയിരിക്കുന്നത് മന്ത്രങ്ങളാണ്, മരിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ചില മന്ത്രങ്ങളാണിതെന്നാണ് പറയപ്പെടുന്നത്. രാധ വീട്ടിലേക്ക് തിരിച്ചെത്തി സയ്യോട് കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. ആ സമയത്ത് രശ്മി വീണ്ടും രാധ കൊടുത്ത ആ സൈക്കാട്രിസ്റ്റിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. എന്നാൽ ഫോൺ എടുക്കുന്നത് ആ സൈക്കാട്രിസ്റ്റ് ആയിരുന്നില്ല, രാധയുടെ കസിൻ ആയിരുന്നു. രാധ മനഃപൂർവ്വം നമ്പർ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. എന്താണെങ്കിലും കസിനോട് സംസാരിച്ച ശേഷം രാധയുടെ സൈക്കാട്രിസ്റ്റിന്റെ നമ്പർ രശ്മി വാങ്ങിക്കുന്നുണ്ട്. രാധയുടെ ജീവിതത്തിൽ എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നാണ് രശ്മി പറയുന്നത്. രാത്രി TV കണ്ടുകൊണ്ടിരുന്ന രാധയാകട്ടെ എന്തോ സൗണ്ട് പുറത്ത് കേൾക്കുന്നു, ആരോ പുറത്ത് നടക്കുന്ന പോലെ. എന്നാരോ കോളിംബെൽ അടിച്ചു. അവൾ ഹോളിലൂടെ പോയി നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് ശേഖറായിരുന്നു. മരിച്ചുപോയി ശേഖർ എങ്ങനെ തിരിച്ചു വരും? പേടിച്ചവൾ ബാക്കിലേക്ക് മാറി. അതേസമയം രശ്മി രാധയുടെ സൈക്കാട്രിസ്റ്റിനോട് സംസാരിക്കുന്നുണ്ട്. രാധയുടെ ഡയറിയെ പറ്റിയെല്ലാം പറയുന്നു. രാധ വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയി അവളെ ചെക്ക് ചെയ്യാനാണ് ആ സൈക്കാട്രിസ്റ്റ് പറയുന്നത്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയല്ലേ അവളുടെ വീട്, എന്നാൽ ഞാൻ അവിടെ വരെ ഒന്ന് പോകാമെന്ന് രശ്മി പറയുന്നു. അതേസമയം രാധ ഇവിടെ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ശേഖർ വീടിന് ചുറ്റും കിടന്ന് ജനലെല്ലാം അടിക്കുന്നു. വാതിൽ തുറക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാൻ ശേഖറാണ്, നീ ഒന്ന് വാതിൽ തുറക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിച്ചു പോവുകയാണ്. പേടിച്ചുകൊണ്ട് രാധ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുന്നു. അതിനിടയ്ക്ക് സൈയുടെ സൗണ്ട് കേട്ട് അവൾ മുകളിലേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്നത് സൈയുടെ കയ്യില് അവൾ നേരത്തെ കളഞ്ഞിരുന്ന അതേ പാവ വന്നിരിക്കുന്നതാണ്. പുറത്ത് കളഞ്ഞിരുന്ന ആ സാധനം വീണ്ടും ഇവളുടെ കയ്യിൽ എങ്ങനെ വന്നു? രാധ വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് ആ പാവ എടുത്ത് മാറ്റാൻ ചെല്ലുമ്പോൾ ആ പാവ അവളുടെ മുഖത്തടിക്കുന്നു. പേടിച്ചുപോയ രാധ ബാക്കിലേക്ക് പോയി വീഴുന്നു. ആ പാവയാകട്ടെ സൈയുടെ നേരെ മുഖം തിരിക്കുന്നതായിട്ട് രാധ കാണുന്നുണ്ട്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് രാധയ്ക്ക് മനസ്സിലാകുന്നില്ല. ആ പാവയാകട്ടെ അവളെ കൊല്ലൂ എന്ന് പറയുന്നുമുണ്ട്. രാധ പേടിച്ച് താഴെ കോടുന്നു. താഴെ ശേഖർ വീണ്ടും ജനലിനും വാതിലിനും എല്ലാം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അയാൾ വാതില് പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു. രാധയാകട്ടെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് അയാളുടെ മേലേക്ക് എറിയുന്നു. ഞാൻ ശേഖറാണ്, എന്നെ എന്താ നിനക്ക് മനസ്സിലാവാത്തെന്ന് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഒടുവിൽ അവളെടുത്തെറിഞ്ഞ സാധനങ്ങളെല്ലാം അയാളുടെ തലയിൽ കൊണ്ട് ചോര വരെ വരുന്നു. ആ സമയത്ത് മുകളിൽ നിന്നും സൈയുടെ ബഹളം കേട്ട് അവൾ വീണ്ടും ഓടി ചെല്ലുമ്പോൾ സൈ അവിടെ കാണുന്നില്ല. അവിടെ ആ പാവ മാത്രമേ ഉള്ളൂ. ദൂരേക്ക് അവൾ ആ പാവയെ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും സൈയെ അന്വേഷിച്ച് ഓടി നടക്കുന്നു. ആ ടൈമില് അവള് ഗംഗൂട്ടി കാണുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അവളുടെ ചുറ്റും നിന്ന് ഗംഗൂട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. രശ്മി അവിടേക്ക് വന്ന് കോളിംബെല്ലടിക്കുമ്പോൾ ആരും വാതിൽ തുറക്കുന്നില്ല. മുകളിൽ നിന്നും രാധയുടെ സൈ എന്നുള്ള ബഹളം കേൾക്കാം. മുകളിലാകട്ടെ ഗംഗൂട്ടിയും രാധയും സൈയും ചേർന്ന് വട്ടത്തിൽ കൈപിടിച്ച് ചുറ്റുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. രശ്മി നേരെ മുകളിലേക്ക് എത്തി രാധയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങിയതും ബാക്കിലൂടെ ശേഖർ വന്ന് രശ്മിയെ പിടിക്കുന്നു. ആ ശേഖറാണെന്ന് പറയുന്നു. ഇത് കേട്ട് ശരിക്കും രശ്മി ഞെട്ടി. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ടെസ്റ്റ്. ഇത്രയും നേരം നമ്മൾ വിചാരിച്ചു രാധയ്ക്ക് തോന്നിയതായിരിക്കാം ശേഖറിന്റെ ആ ഒരു വരവെന്ന്. എന്നാൽ ഒരിക്കലുമല്ല. യഥാർത്ഥത്തിൽ ശേഖർ ജീവനോടെയുണ്ട്. ശേഖർ രാധയെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. രാധയുടെ അടുത്ത് നിന്ന് ഗംഗൂട്ടിയാകട്ടെ രാധയോട് പറയുന്നുണ്ട്, ശേഖറില്ല, രശ്മിയുമില്ല, ഇതെല്ലാം നിന്റെ ഹാലൂസിനേഷൻ ആണ്, നീ അവരെ കൊന്നുകളാ. രാധ തന്റെ കയ്യിൽ കിട്ടിയ എന്തൊക്കെ എടുത്ത് ഇവരെ കൊല്ലാനായിരുന്നു. എന്നാൽ രശ്മിയും ശേഖറും ചേർന്നിട്ട് രാധയോട് പറയുന്നുണ്ട്, ഇത് നിന്റെ ഹാലൂസിനേഷൻ അല്ല, ഞങ്ങൾ ജീവനോടെയുണ്ട്. അതേടെ ആ സൈക്കാട്രിസ്റ്റും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ചേർന്ന് അവളോട് പറയുന്നുണ്ട്, നിന്റെ ഹാലൂസിനേഷൻ ആണിത്. രാധയുടെ അടുത്തിരുന്ന് ഗംഗൂട്ടി പറയുന്നുണ്ട്, രശ്മിയെ കൊല്ലു എന്ന്. രാധ കയ്യില് ഒരു ചെറിയ കണ്ണാടിച്ചില്ലം പിടിച്ചുകൊണ്ട് രശ്മിയെ കൊല്ലാൻ നിൽക്കുകയാണ്. ഇവിടെ രാധ മാത്രമേ ഗംഗൂട്ടിയെ കാണുന്നുള്ളൂ. കുറച്ചുനേരം കഴിയുമ്പോൾ ഗംഗൂട്ടിയും അപ്രത്യക്ഷമായി. കൂടാതെ സൈയെ അവിടെ കാണുന്നില്ല. ശരിക്കും അവളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് സൈ ആയിരുന്നു. അന്നത്തെ ആക്സിഡന്റിൽ ശേഖർ ആയിരുന്നില്ല, സൈ ആയിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിച്ചിരുന്ന ശേഖറിനെ മരിച്ചതായിട്ട് അവൾ മനസ്സിൽ സങ്കല്പിക്കുകയും മരിച്ചുപോയ സൈ തന്റെ കൂടെയുള്ളതായിട്ട് അവൾ വിശ്വസിക്കുകയും ചെയ്തു. ഇതായിരുന്നു ഈ മൂവിയിലെ രണ്ടാമത്തെ ടെസ്റ്റ്. പിന്നെ അവൾ അവളുടെ ലൈഫിൽ പറഞ്ഞ ബ്ലാക്ക് മാജിക്കും മറ്റും അതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയൊന്നും നമുക്കറിയില്ല. അതൊക്കെ അവളുടെ മനസ്സിലുള്ള ഭ്രമങ്ങളായിരിക്കാം. രശ്മി രാധയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഡോക്ടർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ബ്ലാക്ക് മാജിക് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് കുറച്ചൊക്കെ വിശ്വാസമുണ്ട്. കാരണം ഗംഗൂട്ടി ഇവളുടെ മേൽ മന്ത്രവാദം ചെലുത്തിയ ശേഷം പിന്നീട് അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. അവൾ കുറെ നാൾ സുഖമല്ലാതെ കിടന്നതാണ്. അവളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് അതിനെ അസുഖമായിട്ട് കണ്ടു. അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. വലിയ ഫലങ്ങളൊന്നും ഉണ്ടായില്ല. ഒടുവിൽ ഞങ്ങൾ പൂജയും മന്ത്രവും ഒക്കെ നടത്തിയ ശേഷമാണ് അവൾ ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലും തിരിച്ചെത്തിയത്. രാധയുടെയും ശേഖറിന്റെയും ലവ് മാരേജ് ആയിരുന്നു. ആ ആക്സിഡന്റിന് ശേഷം അവളുടെ ജീവിതത്തിലുണ്ടായ
ഉണ്ടായ നഷ്ടം അവളെ വലിയൊരു ഡിപ്രഷനിലേക്കാണ് കൊണ്ടുപോയത്. മാനസികമായിട്ട് അവൾ ഒരുപാട് തകർന്നിട്ടുണ്ടായിരുന്നു. തന്നെ മുന്നിൽ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമായി. എപ്പോഴും ശേഖറിനെ ലൈഫിൽ നിന്നും ഒഴിവാക്കി നിർത്താനാണ് രാധ ആഗ്രഹിച്ചത്. രാധയുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ശേഖർ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവള് ശേഖറിനെ ഒഴിവാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ശേഖർ പുറത്തേക്ക് ജോലിക്ക് പോയി. ആ ടൈമിൽ കുറച്ചു കാലം അവളുടെ അച്ഛനും അമ്മയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ തിരിച്ച് നാട്ടിലേക്ക് എത്തി. അത് കഴിയുമ്പോഴാണ് കോവിഡിന്റെ ലോക്ക്ഡൌൺ വരുന്നത്. രാധ പുറത്തേക്കൊന്നും പോകാതെയായി. വീടിനുള്ളിൽ തന്നെ ഒറ്റയ്ക്കിരിപ്പായി. അത് അവളുടെ മാനസിക നില വീണ്ടും തകർത്തു. അവിടെ നിന്നായിരുന്നു വീണ്ടും പ്രശ്നങ്ങളുടെ തുടക്കം. രശ്മി ശേഖറിനോട് വന്ന് പറയുന്നുണ്ട്, ആക്സിഡന്റും നിങ്ങളുടെ മകളുടെ മരണവും എല്ലാം തന്നെ രാധയെ ഇത്രയധികം ബാധിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇത് കേട്ട് ശേഖർ പറയുന്നുണ്ട്, ഏത് മകൾ, ഏത് പെൺകുട്ടി, അങ്ങനെയൊരു മകൾ ഞങ്ങൾക്കില്ല. അത് കേട്ട് ശരിക്കും രശ്മി ഞെട്ടി. അപ്പൊ സൈ നിങ്ങളുടെ മകളല്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് സൈ എന്ന് പറയുന്ന ഒരു മകളുമില്ല. ഇവിടെയാണ് ഈ മൂവിയുടെ മൂന്നാമത്തെ ട്വിസ്റ്റ്. സൈ പോലും രാധയുടെ ഇമാജിനേഷൻ ആയിരുന്നു. രാധയുടേതും ശേഖറിന്റേതും ഒരു ലേറ്റ് മാരേജ് ആയിരുന്നു. രാധയുടെ എല്ലാ കണ്ടീഷനും അറിഞ്ഞിട്ട് തന്നെയാണ് ശേഖർ മാരേജ് ചെയ്തത്. കുറെ കാലം കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇവർക്ക്. അത് കഴിഞ്ഞ് രാധ 3 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് അവർക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ആ ആക്സിഡന്റിൽ അവർക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. ജനിക്കേണ്ടിയിരുന്ന കുട്ടിയെ ആലോചിച്ചായിരുന്നു രാധയുടെ ഇമാജിനേഷൻ മുഴുവൻ. തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട കാരണമാണ് രാധ ശേഖറിൽ നിന്നും അകലാൻ തുടങ്ങിയത്. ശേഖർ പുറത്തേക്ക് ജോലിക്ക് പോയതോടുകൂടി രാധ വീട്ടിൽ ഒറ്റയ്ക്കായല്ലോ. ഫോണിൽ ശേഖറിനോട് അവൾ പലപ്പോഴും സംസാരിക്കുമായിരുന്നു. എന്നാൽ പോലും പിന്നീട് ശേഖർ മരിച്ചതായിട്ട് കാണാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. പതിയെ പതിയെ അവൾ തൊട്ടപ്പുറത്ത് വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെയും മകളെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ വീട്ടിലെ കുട്ടിയായിരുന്നു സൈ. ആ സ്ത്രീ എന്നും തന്റെ മകൾ സൈയെ സ്കൂളിലേക്ക് അയക്കുന്നതും ആഹാരം വാരി കൊടുക്കുന്നതും അവളുടെ കൂടെ കളിക്കുന്നതും എല്ലാം തന്നെ രാധ ഇവിടെ നിന്ന് നോക്കിക്കാണും. എന്നിട്ട് രാധ തന്നെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി സൈ തന്റെ മകളാണെന്നും അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ നോക്കിയാണ് ടാറ്റ കാണിക്കുന്നതെന്നും സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ അവൾ തന്റെ അടുത്തേക്കാണ് വരുന്നതെന്നും താനാണ് അവൾക്ക് ആഹാരം വാരി കൊടുക്കുന്നതെന്നും. ഇവിടെ ഇരുന്നു കൊണ്ട് അവൾ അവരുടെ ഫോട്ടോസ് എല്ലാം രഹസ്യമായി എടുക്കുമായിരുന്നു. എന്നിട്ട് തങ്ങളുടെ ഫോട്ടോസുമായിട്ട് ക്രോപ്പ് ചെയ്ത് കയറ്റി ഇവരൊരു ഫാമിലി പോലെ ചിത്രീകരിച്ച് അവിടെ എല്ലാം തന്നെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് അവള് ബംഗ്ലാവിലേക്ക് പോയ സമയത്ത് അവളുടെ വീട്ടുകാരെല്ലാം തന്നെ ഇവള് സൈ എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോഴും ആ കുട്ടിയോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുമ്പോഴും എല്ലാം തന്നെ പേടിയോടുകൂടി അവളെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അങ്ങനെയൊരു മകളോ അങ്ങനെയൊരു പെൺകുട്ടിയോ അവളുടെ കൂടെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇവളാകട്ടെ ശേഖറിനോട് സംസാരിക്കുന്ന പോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. ആ ടൈമിൽ യഥാർത്ഥത്തിൽ ശേഖർ അവളുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവള് ശേഖറിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ അഭിനയിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത്. കൂടാതെ ഇവള് കാറിൽ വരുന്ന സമയത്തും ശേഖറിനോട് സംസാരിക്കുന്ന പോലെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ. അതൊരു പൊട്ടിയ ഫോണായിരുന്നു. അതിൽ കോള് പോലും വരില്ല. യഥാർത്ഥ ശേഖർ അപ്പോഴും അവളെ അവളുടെ യഥാർത്ഥ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ അവൾ ആ കോള് കട്ട് ചെയ്തിട്ടാണ് ഈ ഡമ്മി ഫോണില് ശേഖറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി അവള് തന്റെ ലൈഫിൽ നിന്നും ശേഖറിനെ ഒഴിവാക്കി ശേഖറിനെ മരിച്ചുപോയ ഭർത്താവായിട്ട് കാണാൻ തുടങ്ങി. എന്നിട്ട് ഒരിക്കൽ പോലും ജനിച്ചിട്ടില്ലാത്ത തങ്ങളുടെ കുട്ടി ജീവനോടെ ഉണ്ടെന്നും അത് സൈ എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞ് അവളെ തന്റെ മകളായിട്ട് കാണാനും തുടങ്ങി. സത്യം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഡോക്ടർ രശ്മി പോലും ഞെട്ടിപ്പോയി. എന്താണെങ്കിലും ഇപ്പോൾ അവളെ ട്രീറ്റ്മെന്റിലേക്ക് കടത്തിയിരിക്കുകയാണ്. പതിയെ പതിയെ അവളെ തന്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. സത്യങ്ങളെല്ലാം അവളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. റിയാലിറ്റി അവൾ പതിയെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. വീട്ടുകാരെല്ലാം ചേർന്നിട്ട് അവളുടെ വീട്ടിൽ നല്ലൊരു പൂജ വെക്കുന്നു. അതിലൂടെ അവളുടെ മനസ്സ് ശാന്തമാകുമെന്ന് അവർ വിശ്വസിച്ചു. രാധ റിയാലിറ്റി മനസ്സിലാക്കി ശേഖറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അങ്ങനൊരു മകളില്ല എന്നുള്ള കാര്യവും അവൾ മനസ്സിലാക്കി. ഇവിടെ സൈയുടെ സൈക്കാട്രിസ്റ്റ് രശ്മിയോട് പറയുന്നുണ്ട്, നിങ്ങളെ അവൾ സെലക്ട് ചെയ്യാൻ കാരണം തന്നെ എന്താണെന്ന് അറിയൂ. അവൾ പറഞ്ഞ കഥകളെല്ലാം നിങ്ങൾ വിശ്വസിച്ചു. ഞാൻ അവളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അവൾ എന്റെ അടുത്ത് നിന്നും നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്റെ നമ്പർ പോലും നിങ്ങൾക്ക് അവൾ തരാതിരുന്നത് ഞാൻ സത്യങ്ങൾ നിങ്ങളോട് പറയുമെന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ രശ്മി ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നു, രാധ ആ ഒരു ഡോള് പുറത്തേക്ക് കൊണ്ട് കളഞ്ഞതല്ലേ, പിന്നെ അതെങ്ങനെ തനിയെ വന്നു? അത് രാധ തന്നെ തിരിച്ചു കൊണ്ടുവന്നതായിരിക്കും എന്നാണ് ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നത്. പക്ഷെ രശ്മിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഡൗട്ട് ഉണ്ടായിരുന്നു. അതങ്ങനെ സംഭവിക്കാൻ ചാൻസ് കുറവാണ്. ആ ടൈമിൽ തന്നെ നമ്മളെ വീണ്ടും ആ ബംഗ്ലാവ് കാണിക്കുന്നു. അവിടെ എല്ലാം തന്നെ പൊളിച്ചു പണിയാൻ പോവുകയാണല്ലോ. അത് കാരണം ഒരാൾ ക്ലീനിങ്ങിന് വരുന്നുണ്ടായിരുന്നു. അന്ന് രാധയാകട്ടെ ആത്മാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ക്യൂബ്സ് എല്ലാം തന്നെ നിരത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് വിളിച്ചു കഴിയുമ്പോൾ എന്ത് പേരാണ് വന്നതെന്ന് അവർ നോക്കാൻ പോലും നിന്നില്ല. ഇപ്പോൾ അവിടെ വന്ന ആ ഒരു പേര് കാണിക്കുന്നുണ്ട്, ഗംഗൂട്ടി എന്നായിരുന്നു ആ പേര്. അതിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ രാധ അന്ന് ആ ആത്മാവിനെ വിളിച്ച സമയത്ത് ഗംഗൂട്ടിയുടെ ആത്മാവായിരിക്കാം വന്നിട്ടുണ്ടാകുക. അതായിരിക്കാം ആ പാവയിലൂടെ അവളുടെ വീട്ടിലേക്ക് എത്തിയതും ആ പാവയുടെ സ്ഥലം മാറ്റത്തിനും പ്രശ്നത്തിനും ഒക്കെ കാരണം. അതല്ലെങ്കിൽ ഇതെല്ലാം തന്നെ രാധയുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ സംബന്ധിക്കുന്ന ഇഷ്യൂ തന്നെയായിരിക്കാം. എന്താണെങ്കിലും അതെല്ലാം വ്യൂവേഴ്സിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.